മാർ ഇവാനിയോസ് പിതാവിന്റെ ദർശനം വെറും ഒരു ചിന്ത മാത്രമല്ല, മറിച്ച് ഭൂമിയിൽ വേറുറച്ച ഒരു ചരിത്രം കൂടിയാണ്. വൈദിക കോളേജ് ഉണ്ടായി, സന്യാസ സമൂഹത്തിന്റെ വിത്ത് വിതച്ചു. ഇനി ആ വിത്തിന് വളരുവാൻ മണ്ണാണ് വേണ്ടത്. ആശ്രമം വെറും ഒരു കെട്ടിടമല്ലെന്ന് മാർ ഇവാനിയോസ് പിതാവിന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജനക്കൂട്ടത്തിനിടയിലല്ല, മറിച്ച് നിശബ്ദതയുടെ ഹൃദയത്തിൽ ഒരു ആശ്രമം തുറക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത്. ദൈവത്തിന്റെ ശബ്ദം ഏറ്റവും വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നത് മൗനത്തിലാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. കോട്ടയമോ കുന്നുകുളമോ പോലുള്ള സ്ഥലങ്ങൾ അദ്ദേഹം മനഃപൂർവ്വം മാറ്റി നിർത്തി. കാരണം ഒരു സന്യാസിയുടെ ഹൃദയം വളരുവാൻ നിശബ്ദത ആവശ്യമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എത്തിയത് മലകളിലേക്കാണ്. റാന്നിയുടെ മലനിരകൾ അത് ഭൂമിശാസ്ത്രപരമായ ഒന്ന് മാത്രമല്ല, ഒരു ദൈവവിളി കൂടിയാണ്. ആ സമയത്താണ് ഇലഞ്ഞിക്കൽ ജോൺ വക്കീലിന്റെ കത്തെത്തുന്നത്. എന്നെ ഭൂമിയിൽ നിന്ന് വേണ്ടത്ര സ്ഥലം എടുത്തോളൂ. ആ വാക്കുകൾ ഒരു ദാനമായിരുന്നില്ല, ഒരു ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി അപ്പോഴും മുന്നിലുണ്ടായിരുന്നു. ശരിയാണ്, സ്ഥലം കിട്ടി, പക്ഷേ അതിന്റെ നിയമ നടപടികൾക്ക് പണം എവിടെ നിന്ന് കിട്ടും? ഇവാനിയോസ് പിതാവിന്റെ കയ്യിൽ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാ സമ്പത്തിനേക്കാൾ വലുതായ ഒന്ന്. ഓരോ വാതിലിലും അദ്ദേഹം മുട്ടി. ഓരോ സഹായവും അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമായി അതിനെ സ്വീകരിച്ചു. KC മാമൻ മാപ്പിളയും KG ചെറിയാനും ഇടുക്കുളയും ജോൺ വക്കീലും ഈ ആത്മീയ ദർശനത്തിന്റെ സഹയാത്രികരായി. അതെ, ഒരിക്കലും ഒരു വിശുദ്ധന്റെ ദർശനം ഒറ്റയ്ക്ക് സഞ്ചരിക്കില്ല. പക്ഷേ പിന്നെയും ഒരു പരീക്ഷണം. ഭൂമി മേടിക്കുവാൻ പണമില്ല. പണം നൽകാമെന്ന് പറഞ്ഞിരുന്ന തമ്പുരാൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ഈ ഒരവസ്ഥയിൽ പലരും അവരുടെ ദൗത്യയാത്ര അവസാനിപ്പിച്ചേനെ. പക്ഷേ മാർ ഇവാനിയോസ് പിതാവ് അവസാനിപ്പിച്ചില്ല. അപ്പനോട് പോലും സഹായം ചോദിക്കാൻ അദ്ദേഹം മടിച്ചില്ല. കാരണം അതൊരു വ്യക്തിപരമായ ആവശ്യമല്ലായിരുന്നു, അത് സഭയുടെ ഭാവിക്ക് വേണ്ടിയുള്ള യാചനയായിരുന്നു. അങ്ങനെ ഭൂമിയും ലഭിച്ചു. പക്ഷേ മാർ ഇവാനിയോസ് പിതാവ് അവിടെ നിർത്തിയില്ല. അതെ, ലാസറും മറിയവും മർത്തയും യേശുവിനെ സ്വീകരിച്ച ഭവനം. പ്രാർത്ഥനയും സേവനവും സ്നേഹവും ഒരുമിച്ച് കൂടിയ ആ വീട്ടുപേര്. അത് തന്നെ ആശ്രമത്തിന്റെ പേരായി സ്വീകരിച്ചു, ബദനി ആശ്രമം. ഒരു ജീവിത ദർശനത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. മാർ ഇവാനിയോസ് പിതാവ് ഒരാശ്രമം സ്ഥാപിച്ചില്ല. കാലത്തെ അതിജീവിക്കുന്ന ഒരു ആത്മീയ പാരമ്പര്യത്തിനാണ് അദ്ദേഹം അടിത്തറയിട്ടത്. സഭയുടെ ഭാവി കെട്ടിടങ്ങളിലല്ല, മറിച്ച് ദൈവത്തെ അനുകരിക്കുന്ന മനുഷ്യരിലാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കാരണം ദൈവത്തിന്റെ കരങ്ങൾ എന്നും പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ